ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സാണ്. അതായത് ഇന്ന് ഞാൻ നിമിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഒരു പരീക്ഷ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ആൾക്കാരൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, കുറേ ആൾക്കാരൊക്കെ അറ്റൻഡ് ചെയ്യാതെയും ഉണ്ട്. സോ ആ പരീക്ഷ എഴുതിയ ആൾക്കാർക്ക് കുറേ ആൻസറുകളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. അവർക്ക് ആ ആൻസറുകൾ കറക്റ്റാക്കി പറഞ്ഞു കൊടുക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ ഇനിയും ഉണ്ടെങ്കിൽ അവരാദ്യം ആ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം മാത്രം മുന്നോട്ട് പോവുക. കാരണം പരീക്ഷ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഏതാണ് അറിഞ്ഞുകൂടാത്തതെന്ന് മനസ്സിലാവുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ക്ലാസ് കണ്ടാലേ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവരാദ്യം ഈ ക്ലാസ് എന്ത് ചെയ്യുക, പരീക്ഷ എന്ത് ചെയ്യുക, ആദ്യം ചെയ്യുക. അതിനുശേഷം മാത്രം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. സോ നമുക്ക് 25 ക്വസ്റ്റ്യൻ ഉണ്ട്. പെട്ടെന്ന് ഓരോ ക്വസ്റ്റ്യൻസായിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് എഫേർട്ട് ഈസ് റിക്വയർഡ് ടു ലിഫ്റ്റ് എ ലോഡ് ഓഫ് 150 കിലോഗ്രാം ഇൻ എ വീൽ ആൻഡ് ആക്സിൽ ഇഫ് ദ വെലോസിറ്റി റേഷ്യോ ഈസ് 2.5 ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ മെഷീൻ ഈസ് 75%. ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ ഓരോന്നായിട്ട് നോക്കുക. ആദ്യം തന്നേക്കുന്നത് വാട്ട് ഈസ് ദ എഫേർട്ട് റിക്വയർഡ് ടു ലിഫ്റ്റ് എ ലോഡ് ഓഫ്. സോ ആദ്യം തന്നെ എഫേർട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ എഫേർട്ടാണ് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ലോഡ് തന്നിട്ടുണ്ട്. ലോഡ് എത്രയാണ്? 150 kg. ഞാൻ ഈ യൂണിറ്റ് ഒന്നും എഴുതുന്നില്ല, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇതിൽ എഴുതുമ്പോൾ ഇത്തിരി മോശമാണ്, അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം 150 kg ഇൻ എ വീൽ ആൻഡ് ആക്സിൽ, അതൊരു മെഷീനാണ്, അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട. ഇഫ് ദ വെലോസിറ്റി റേഷ്യോ VR തന്നിട്ടുണ്ട് 2.5. വെലോസിറ്റി റേഷ്യോ VR 2.5 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദ എഫിഷ്യൻസി ഓഫ് ദ മെഷീൻ ഈസ് 75%. എഫിഷ്യൻസി ഈറ്റ തന്നിട്ടുണ്ട് 75% അല്ലെങ്കിൽ 0.75. 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75/100 ആണ്. 75/100 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0.75 കിട്ടും. സോ ഇവിടെ നമുക്ക് എഫേർട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നിട്ടുള്ളത് ലോഡ് തന്നിട്ടുണ്ട്, വെലോസിറ്റി റേഷ്യോ തന്നിട്ടുണ്ട്, എഫിഷ്യൻസി തന്നിട്ടുണ്ട്. നമുക്കറിയാം എഫിഷ്യൻസി സമം എന്താണ്? എഫിഷ്യൻസി സമം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡ് ബൈ വെലോസിറ്റി റേഷ്യോ ആണ്. ഇത് നമ്മൾ ആ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡ് ബൈ വെലോസിറ്റി റേഷ്യോ ആണ്. ഒരു സിമ്പിൾ മെഷീനെ സംബന്ധിച്ച് അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി ഇതിൽ നിന്ന് ഈ ഫോർമുലയിൽ നിന്ന് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ വലത് സൈഡിലാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിടക്കുന്നത്. അതിൻ്റെ താഴെ ഡിവൈഡ് ചെയ്തേക്കുന്ന വെലോസിറ്റി റേഷ്യോ ഇടത് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. ഈ വെലോസിറ്റി റേഷ്യോ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ ഇടത് സൈഡിൽ ഓൾറെഡി എഫിഷ്യൻസിയാണ് ഉണ്ടായിരുന്നത്. എഫിഷ്യൻസിയിലൂടെ ഈ വെലോസിറ്റി റേഷ്യോ മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് സമം എന്ത് കിട്ടുമെന്ന് അറിയാമോ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് സമം എഫിഷ്യൻസി ഓൾറെഡി ഉണ്ടായിരുന്നു ഇൻറ്റു വെലോസിറ്റി റേഷ്യോ. സോ അതിൻ്റെ ആൻസർ എത്ര വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫിഷ്യൻസി 0.75 ആണ് ഇൻറ്റു 2.5. ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് കിട്ടുന്നത് 0.75ന് 2.5 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നത് 1.875 എന്ന് കിട്ടും. ഇപ്പോഴും നമ്മുടെ ആൻസർ ആയിട്ടില്ല, നമുക്ക് എഫേർട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിവിടെ വല സൈഡിൽ എഴുതുകയാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ബൈ എന്താണ്? ലോഡ് ബൈ എഫേർട്ടാണ്. വലത് സൈഡിൽ മുകളിലായിട്ട് ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ എഫേർട്ടാണ്. അവിടെ നിന്ന് എഫേർട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്തേക്കുന്ന എഫേർട്ട് ഇടതുവശത്ത് വരുമ്പം മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇടതുവശത്ത് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് താഴെ പോവും. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവും.
ഇത് തമ്മിൽ പരസ്പരം നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. എഫേർട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതാണ്. അത് ഇടത് സൈഡിൽ പോകുമ്പോൾ അത് ന്യൂമറേറ്ററിലാവും. ഇടത് സൈഡിൽ ഓൾറെഡി മെക്കാനിക്കലായിട്ട് ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത്. അത് വലത് സൈഡിൽ വരുമ്പോൾ ഡിവിഷൻ ആവും. സോ അതിൽ നമുക്ക് എഫേർട്ട് സമയം എന്തെന്ന് എഴുതാം, ലോഡ് ഡിവൈഡഡ് ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. സോ ലോഡ് എത്രയാണ്? ലോഡ് 150 ഡിവൈഡഡ് ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 1.875 ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ 80 കിട്ടും. സോ ഇതൊരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് ഓർത്ത് വെച്ചേക്കുക. സോ എഫേർട്ടാണ് കണ്ടുപിടിക്കേണ്ട. ലോഡ്, വെലോസിറ്റി റേഷ്യോ, എഫിഷ്യൻസി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ തിങ്കിങ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസിയും വെലോസിറ്റി റേഷ്യോ അറിയാമെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഞാൻ ഇടത് സൈഡിൽ എഴുതിയിട്ടുള്ളത്. എഫിഷ്യൻസി സമം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ ആണ്. അതിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിവൈഡ് ചെയ്തേക്കുന്ന വെലോസിറ്റി റേഷ്യോ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പുറത്ത് നേരത്തെ ഉണ്ടായിരുന്നത് എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി ഇൻറ്റു വെലോസിറ്റി റേഷ്യോ എന്ന് വരും. 0.75 ഇൻറ്റു 2.5 1.85 എന്ന് കിട്ടും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഇനി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ എഫേർട്ട് എന്നാണ്. ആ ഫോർമുലയിൽ നിന്ന് നമുക്ക് എഫേർട്ട് സമം ലോഡ് ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടും. അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. ഇത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്തെടുത്തോളാം. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമാണ്, ഞാൻ പിന്നെയും പറയുകയാണ്, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോളാം. സോ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഫോഴ്സ് ഓർ ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ? ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് സാധനങ്ങൾ വരാൻ കേട്ടോ. രണ്ടും പഠിച്ച് വെച്ചേക്കുക. ഫോഴ്സ് ബൈ യൂണിറ്റ്, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ ഫോഴ്സ്, ലോഡ് അല്ലെങ്കിൽ ത്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സാണ് വരുന്നത്. പ്രഷറാണ് വരുന്നത്. എൻ്റെ ഉത്തരം എന്താണ്? പ്രഷർ എന്നാണ്. ഫോഴ്സ് ബൈ ഏരിയ അല്ലെങ്കിൽ ത്രസ്റ്റ് ബൈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം പ്രഷറാണ്. ഇനി ലോഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. ഇവിടെ ത്രസ്റ്റ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രഷർ എന്ന് തന്നെ പറയേണ്ടി വരും. അഥവാ ലോഡ് അല്ലെങ്കിൽ വെറും ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സും കൂടെ ഇതിന് ആൻസറായിട്ട് വരാൻ സാധ്യതയുണ്ട്. ത്രസ്റ്റ് ബൈ ഏരിയ എന്നുണ്ടെങ്കിൽ പ്രഷർ എന്ന് തന്നെ എടുക്കേണ്ടി വരും. ഓക്കെ, വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആദ്യത്തെ ഓപ്ഷൻ വർക്കാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർക്ക് ഡിവൈഡഡ് ബൈ ടൈമാണ്. അടുത്ത എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതും എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള ശേഷി. അതിന് വേറെ ഫോർമുല ഒന്നുമില്ല, പ്രവൃത്തി ചെയ്യാനുള്ള ശേഷി. ഓക്കെ, സോ പ്രഷറാണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ ഓഫ് റെഡ് ഹോട്ട് മെറ്റൽസ് അപ് ടു 3000 ഡിഗ്രി സെൽഷ്യസ്? വളരെ വലിയ ടെമ്പറേച്ചറുകൾ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ടെമ്പറേച്ചർ മെഷർ ചെയ്യണമെങ്കിൽ, അതായത് ഏതാണ്ട് 350 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറൊക്കെ നമുക്ക് തെർമോമീറ്റർ വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ടുള്ള ടെമ്പറേച്ചറുകൾ, അതായത് 600 മുതൽ 1800 നമുക്ക് ഓപ്ഷൻ ബി എന്ന് പറയുന്ന തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ വളരെ വലിയ ടെമ്പറേച്ചറുകൾ, 3000-ന് മേളിലുള്ള വലിയ ടെമ്പറേച്ചറുകളൊക്കെ അളക്കണമെങ്കിൽ നമ്മൾ എന്ത് തന്നെ ഉപയോഗിക്കണം? റേഡിയേഷൻ പൈറോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു. ചെറിയ ടെമ്പറേച്ചറിലൊക്കെ മെഷർ ചെയ്യാനാണെങ്കിൽ ആൽക്കഹോൾ തെർമോമീറ്ററോ മെർക്കുറി തെർമോമീറ്ററോ ഉപയോഗിക്കും. അതാണ് ഓപ്ഷൻ ഡി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഓപ്ഷൻ ബി ആയിട്ട് എടുത്ത തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3000 ഒന്നും പോകത്തില്ല. ഒരു 1800, 600-ൻ്റെ 1800-ൻ്റെ ഇടയ്ക്കുള്ള ടെമ്പറേച്ചറൊക്കെ അളക്കാൻ തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ ഉപയോഗിക്കും. 3000-ന് മേളിലുള്ളത് ഓപ്ഷൻ എ ആണ്, റേഡിയേഷൻ പൈറോമീറ്റർ. ബൈ മെറ്റൽ തെർമോമീറ്ററും വളരെ ചെറിയ ടെമ്പറേച്ചറിലൊക്കെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് 0.003 ഇൻറ്റു 0.5? ഇതിൻ്റെ മാർക്ക്, ഈ ക്വസ്റ്റ്യൻ്റെ മാർക്ക് നിങ്ങൾക്ക് വെറുതെ കിട്ടുന്ന മാർക്കാണ്. ഇതൊന്നും കളയരുത് ഒരിക്കലും. കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് ആൻസർ കിട്ടും. അത് കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യുന്നില്ല എങ്കിൽ ഇവിടെ ചെയ്യേണ്ടത് ആദ്യം ഡിജിറ്റുകൾ എണ്ണി നോക്കുക. ആദ്യത്തേത് 0.003 ഇൻറ്റു 0.5 ആണ് ചെയ്യേണ്ടത്. 0.003 അതിൽ നിന്ന് എണ്ണി നോക്കുക. പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 0.003 ഇൻറ്റു എന്താ ചെയ്യേണ്ടത്? 0.5 ചെയ്യേണ്ടത്. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ആദ്യത്തെ നമ്പർ 0.003 ആണ്. അതിൽ എത്ര പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 1, 2, 3, 4 സ്ഥാനമുണ്ട്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തതിൽ എത്ര സ്ഥാനമുണ്ട്? 5 സ്ഥാനം. അടുത്ത പോയിൻ്റ് കഴിഞ്ഞിട്ട് 1 സ്ഥാനമേ ഉള്ളൂ. സോ നിങ്ങളിത് ഗുണിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസറിൽ 4 + 1 എത്ര കിട്ടണം? 5 സ്ഥാനം വരണം. അതാണ് കണക്ക്. സോ
വേറെ ഒന്നുമില്ല, നമ്പറുകൾ തമ്മിൽ ഗുണിക്കുക. ആദ്യത്തേൽ 3 എന്ന് പറയുന്ന നമ്പറുണ്ട്, രണ്ടാമത്തേൽ 5 എന്ന് പറയുന്ന നമ്പറുണ്ട്, 15 എന്ന് കിട്ടും. ഇനി ഇവിടെ നിന്ന് എണ്ണുക ഇടത്തോട്ട്. 5 ഒരു സ്ഥാനമായി, 1 അടുത്ത സ്ഥാനമായി, 2 ആയി. ഇനി അടുത്ത് സ്ഥലമുണ്ടോ? ഇനി അടുത്ത് പോയിൻ്റ് ഇടത്തോട്ട് മാറ്റാൻ വല്ല വാല്യൂ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അവിടെ 0 കൊടുക്കുക. 3, 4, 5 എണ്ണി പോയിൻ്റ് ഇടുക. സോ എന്ത് വരും? 0.0015 എന്ന് വരും. 0.00. സോറി ഇവിടെ 3 0 ഇല്ലായിരുന്നു, എന്നോട് ക്ഷമിക്കുക. ഞാനിവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പം മാറിപ്പോയതാണ്. ഞാൻ എടുത്ത ക്വസ്റ്റ്യന് ചെയ്ത ആൻസർ കറക്റ്റാണ്, പക്ഷേ ഞാനൊന്ന് കറക്റ്റ് ചെയ്യാണ്. ഇവിടെ 0.30 ഇല്ല, ഇവിടെ പോയിൻ്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളാം. സോ ഞാൻ കറക്റ്റ് ചെയ്ത് പറഞ്ഞുതരാം ആൻസർ. അവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ 0.03 അതൊന്ന് എന്നോട് ക്ഷമിക്കുക. ഞാൻ പെട്ടെന്നൊന്ന് കറക്റ്റ് ചെയ്ത് ആൻസർ പറഞ്ഞുതരാം. 3 0 ഇല്ലായിരുന്നു പോയിൻ്റ് കഴിഞ്ഞിട്ട്, 2 0 ഉള്ളൂ. 0.003 ഇൻറ്റു 0.5. സോ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 4 കിട്ടത്തില്ല, എത്ര കിട്ടും? 3 കിട്ടും അല്ലേ? ഒരു ക്വിക്ക് കറക്ഷനാണ്, പെട്ടെന്ന് ഞാനത് കറക്റ്റ് ചെയ്ത് തരാം. പോയിൻ്റ് നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് കറക്റ്റ് തന്നെയാണ്, പക്ഷേ ക്വസ്റ്റ്യൻ എടുത്തപ്പോൾ മാറിപ്പോയതാണ്. 0.003 സോ 3 സ്ഥാനമാണുള്ളത് പോയിൻ്റ് കഴിഞ്ഞിട്ട്. വല സൈഡിൽ ഒരു സ്ഥാനം തന്നെയാണ്. 3 + 1 4 സ്ഥാനം വരണം ആൻസറിൽ. സോ 5 ഒരു സ്ഥാനമായി, 1 ഒരു സ്ഥാനമായി, അടുത്തൊരു 0 മൂന്നാമത്തെ സ്ഥാനമായി, അടുത്തൊരു 0 നാലാമത്തെ സ്ഥാനമായി. സോ ഇത്രയും മതിയാവും, ഈ ഒരു 0 ആവശ്യമില്ല. സോ ആൻസർ എന്ത് വരും? 0.0015. അതാണ് ഓപ്ഷൻ ബി ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ. സോ കൺഫ്യൂഷനൊന്നും വേണ്ട, ഞാൻ ആ ക്വസ്റ്റ്യൻ നോക്കി പറഞ്ഞപ്പം മാറിപ്പോയതാണ്. 0.003 പിന്നെ എന്താണ് ഇൻറ്റു 0.5 ഗുണിക്കേണ്ടത്. ഇത് ഗുണിക്കുമ്പോഴുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ സിമ്പിളായിട്ട് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഗുണിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇനി കാൽക്കുലേറ്റർ വെച്ച് ഉപയോഗിച്ച് ഗുണിക്കാൻ പറ്റില്ലെങ്കിൽ ആദ്യം നമ്പറുകൾ തമ്മിൽ ഗുണിക്കുക. 3 × 5 ചെയ്യുക, 15 എന്ന് കിട്ടും. ഇനി ഓരോന്നിലും എത്ര ദശാംശ സ്ഥാനം ഉണ്ടെന്ന് നോക്കുക. ആദ്യത്തേൽ 0.03 ദശാംശ സ്ഥാനമുണ്ട്. അടുത്തതിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 5 മാത്രമേ ഉള്ളൂ, ഒരെണ്ണം. 3 + 1 4. ആൻസറിൽ 4 ദശാംശ സ്ഥാനം വരണം. 3നെ 5നെ ഗുണിക്കുമ്പം 15 കിട്ടും. ഇനി 4 ദശാംശ സ്ഥാനം കൊടുക്കണം. 5 ഒരു ദശാംശ സ്ഥാനം, 1 അടുത്ത ദശാംശ സ്ഥാനം, പിന്നെ 2 ഇടാൻ വേണ്ടിയിട്ട് 0 ഇടുക, പോയിൻ്റ് ഇടുക, കാര്യം തീർന്നു. സോ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർട്ട് ഡെസിമൽ ഫ്രാക്ഷൻ 0.0069659 ഇൻറ്റു ഫ്രാക്ഷൻ. ഇതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ പറഞ്ഞേക്കാണ്. എത്ര 0 ഉണ്ടെന്ന് ഞാൻ കറക്റ്റായിട്ടൊന്ന് എണ്ണട്ടെ. 0.30 ആണ് കേട്ടോ, ഇവിടെ കറക്റ്റാണ്. 659.0000659. സോ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട് ഇവിടെ? 1 2 3 4 5 6 സ്ഥാനമുണ്ട്. പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 6 സ്ഥാനം ഇവിടെ ഉണ്ട്. സോ ആദ്യം ഇതിനെ പോയിൻ്റൊന്നും ഇല്ലാതെ അങ്ങ് എടുത്തെഴുതുക. ഇതിലൊന്ന് 0.0 എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന നമ്പർ 659 ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 6 സ്ഥാനമുണ്ട്. 1 6 0 ഇടുക. സോ നമ്മുടെ ഭാഗ്യത്തിന് ഇതേ ആൻസർ തന്നെ ഓപ്ഷൻ ഡി ആയിട്ട് കിടപ്പുണ്ട്. സോ അതിൻ്റെ കാലത്ത് വേറെ ഒരു കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഓംസ് സ്റ്റൈൽ എന്നാണ് കേട്ടോ. വാട്ട് ഈസ് ദ കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 50 ഓംസ്, വോൾട്ടേജ് തന്നിട്ടുണ്ട് 220 വോൾട്ട്. നമുക്കെന്താണ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഓംസിൽ പറയുന്നത് എന്താണ്? V = IR, ഇത്രയേ ഉള്ളൂ. സോ ഇതൊന്ന് ഇറേസ് ചെയ്തിട്ട് V = I × R. നമുക്ക് അവിടെ നിന്ന് കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് വലത് സൈഡിൽ കിടക്കുന്നത്. വലത് സൈഡിൽ കറണ്ടിനോട് 6 റെസിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. അത് ഇടത് സൈഡിൽ വരുമ്പോൾ ഡിവിഷൻ ആവും. സോ I എന്തെന്ന് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന 6 ഇടത് സൈഡ് വരുമ്പോൾ ഡിവിഷൻ ആവും. സോ വോൾട്ടേജ് 220 ആണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എത്രയാണ്? 50 ആണ്. 220/50 എന്ന് കിട്ടും. (220/50) ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4.4 എന്ന് കിട്ടും ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇതിൻ്റെ ആൻസർ 4.4 എന്ന് കിട്ടും.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഈസ് ദ പവർ ഇഫ് ആൻ അഡ്ജസ്റ്റബിൾ റെസിസ്റ്റർ ബിയേഴ്സ് ദ ഫോളോയിങ് ലേബൽ? ഇവിടെ പവറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പവറിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/I, വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല, കറണ്ട് വോൾട്ടേജ് തന്നിട്ടില്ല. കറണ്ട് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. സോ ഓംസ് ലോ ഉപയോഗിച്ച് ആദ്യം നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കാം. V = എന്താണ്, I/R. ഇവിടെ കറണ്ട് തന്നിട്ടുണ്ട്, എത്രയാണ്, കറണ്ട് തന്നിട്ടുണ്ട് 0.08 ആംപിയർ. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 1.5 കിലോ ഓംസ്. സോ ഈ ഫോർമുലയിൽ വിയുടെ സ്ഥാനത്ത് IR എന്ന് കൊടുത്ത് നോക്കാം. അത് നമുക്ക് ഓംസ് ലോയിൽ നിന്ന് കിട്ടിയാണ്, × I എന്ന് വരും. ഓംസ് ലോ പ്രകാരം പവർ ഈക്വൽ ടു എന്നാണ് VI ആണ്. പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കറണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് വോൾട്ടേജിനെ നമുക്ക് ഓംസ് ലോ പ്രകാരം I/R എന്ന് എഴുതാം. അതാണ് ഞാൻ അവിടെ ചെയ്തത്. സോ ഇനി നമ്മൾ നോക്കുമ്പോൾ I/I എന്താവും, I² ആവും, I²R. പവർ കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ ഫോർമുലയാണ് I²R. ഒന്നാമത്തെ ഫോർമുല, പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ത് തന്നെയാണ്, V/I, അതായത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് തന്നെയാണ്. ഇനി ഈ ഫോർമുലയ്ക്കകത്ത് നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ വേറെ രൂപത്തിൽ എഴുതാം. അതാണ് I²R. അതങ്ങനെ എഴുതാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കറണ്ടും പിന്നെ എന്ത് തന്നിട്ടുള്ളൂ, റെസിസ്റ്റൻസ് തന്നിട്ടുള്ളൂ. സോ കറണ്ട് 0.08 ആണ്, ഇൻറ്റു അതിൻ്റെ സ്ക്വയർ ഇൻറ്റു 1.5 കിലോ ഓം എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ അതിനെ സാധാരണ യൂണിറ്റ് ആക്കാൻ വേണ്ടി 1000 കൊണ്ട് ഗുണിക്കണം. കിലോ ഓമിനെ സാധാരണ ഓം ആക്കി മാറ്റാൻ വേണ്ടി കിലോ ഓമിനെ 1.5 കിലോ ഓമിനെ ഓമിലാക്കി വരണമെങ്കിൽ, ഓമാണ് സാധാരണ യൂണിറ്റ്, കിലോ ഓമിലിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1000 കൊണ്ടാണ് ഗുണിച്ചത്. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0.08 സ്ക്വയർ ഇൻറ്റു 1.5 ഇൻറ്റു 1000 കാൽക്കുലേറ്ററിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 9.6 എന്ന ആൻസർ കിട്ടും. 9.6 എന്ന ആൻസർ കിട്ടും, വാട്ട്സ്. അതാണ് ഓപ്ഷൻ സി ആയിട്ട് കിടക്കുന്നത്, ഓപ്ഷൻ സി. സോ ശ്രദ്ധിക്കുക, ഇവിടെ കൺഫ്യൂഷനൊന്നും വരേണ്ട കാര്യമില്ല. പവറിൻ്റെ ഫോർമുല VI തന്നെയാണ്, വോൾട്ടേജിൻ്റെ കറണ്ട് തന്നെയാണ്. അതിന് ആ ഫോർമുലയിൽ വോൾട്ടേജിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, I/R. അതെവിടെ നിന്ന് കിട്ടി, വോൾട്ടേജ് ഈക്വൽ I/R എന്നുള്ള ഫോർമുല നമുക്ക് ഇവിടെ നിന്ന് കിട്ടി, ഓംസ് ലോയിൽ നിന്ന് കിട്ടി. അതിനെടുത്ത് ഇവിടെ അപ്ലൈ ചെയ്തതാണ്, അപ്പോഴാണ് I²R എന്ന് കിട്ടിയത്. അതിൽ ഐയുടെ സ്ഥാനത്ത് ക്വസ്റ്റ്യനിൽ 0.08 എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻറ്റു 1.5 കിലോ ഓം എന്നാണ് പറഞ്ഞേക്കുന്നത്. കിലോ ഓം അല്ല റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ്. റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓം ആണ്. കിലോ ഓമിനെ ഓമിലോട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, 1000 കൊണ്ട് ഗുണിക്കണം. കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് മാറ്റണമെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കണം. കിലോമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ 1000 കൊണ്ട് ഗുണിച്ചത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൻ്റെ അകത്ത് മുഴുവൻ കണക്കാണ്, പ്രശ്നം, സമയമെടുക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൗ മെനി ന്യൂട്ടൺസ് ഫോർ 1 കിലോഗ്രാം. 1 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.81 ന്യൂട്ടൺ ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു, ന്യൂട്ടനെ കിലോഗ്രാമിലോട്ടോ കിലോഗ്രാമിനെ ന്യൂട്ടണിലോട്ടോ മാറ്റണമെങ്കിൽ 9.81 ആണ് അടുത്ത ഫാക്ടർ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ. വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ എഫേർട്ട് ടു ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ലോഡ്? ഇത് ഡെഫിനിഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, വെലോസിറ്റി റേഷ്യോ ആണ്. സോ ആ ഡെഫിനിഷൻസ് എല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഞാൻ ഈ ഓപ്ഷൻസ് എല്ലാം പറഞ്ഞുതരാം. ആദ്യത്തെ ഓപ്ഷൻ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ബൈ എഫേർട്ടാണ്. രണ്ടാമത്തെ നമ്മൾ ഇതിൻ്റെ ആൻസർ വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ. ഫൾക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മെഷീൻ്റെ ഒരു ഫിക്സഡ് പോയിൻ്റാണ്. ആ പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിലുള്ള പാർട്സ് മൂവ് ചെയ്യുന്നത്. സോ അടുത്ത ചോദ്യം, ഹൗ മച്ച് ഈസ് 8% ഓഫ് 40 കിലോഗ്രാം? 40 കിലോഗ്രാമിൻ്റെ 8% കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം 8% എന്താണെന്ന് മനസ്സിലാക്കണം. 8% എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, 8/100 എന്ന് എഴുതാം, ഇൻറ്റു 40 ചെയ്താൽ മതി. 40 കിലോഗ്രാമിൻ്റെ 8% കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം 8% എന്തിലോട്ട് മാറ്റുക, ഫ്രാക്ഷനിലോട്ട് മാറ്റുക. 8% എന്ന് പറഞ്ഞാൽ എന്താണ്, 8/100 ആണ്, ഇൻറ്റു 40 ചെയ്താൽ മതി, 3.2. സോ ഓപ്ഷൻ ബി എന്ന് കിട്ടും ആൻസർ, 3.2 കിലോഗ്രാം. സോ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോൾഡ് ലെങ്ത് ഓഫ് സോളിഡ് എക്സ്പാൻസ് വെൻ ഹീറ്റഡ്? 3 എണ്ണം ഉണ്ട്. ലെങ്ത്ത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ വസ്തു വലുതാവും, അതറിയാമല്ലോ, വസ്തുവിൻ്റെ സൈസ് കൂടും. സോ നീളമാണ് കൂടുന്നുണ്ടെങ്കിൽ അതിന് എന്തെന്ന് പറയും, ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയും.
ഇനി ഏരിയ ആണ് കൂടുന്നതെങ്കിൽ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറയും. വോളിയം ആണ് കൂടുന്നതെങ്കിൽ എന്ത് പറയും? ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയും. ഏരിയ എക്സ്പാൻഷൻ തന്നെയാണ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ലെങ്ത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. What is the potential energy in a body of mass 10 kg kept on top of a pole 20 meter height? സോ ഇത് നമ്മൾ അവിടെ ഹൈറ്റിൽ വെച്ച് തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. സോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് അതിൻ്റെ ഹൈറ്റ് മൂലം ലഭിക്കുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഈ പൊട്ടൻഷ്യൽ എനർജിയാണ് ഈ റിസർവോയറുകളൊക്കെ എവിടെയെങ്കിലും കെട്ടി വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും മലയുടെ മുകളിലായിരിക്കും. ഈ മുകളിൽ കെട്ടി വെച്ചിരിക്കുമ്പോൾ ആ വെള്ളത്തിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, സ്ഥിതികോർജ്ജം ഉണ്ടാവും. ആ സ്ഥിതികോർജ്ജമാണ് പിന്നീട് നമ്മളെ വീട്ടിലോട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണമെന്നുള്ള ഫോർമുല MGH ആണ്. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഫോർമുലയാണ്. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണമെന്നുള്ള ഫോർമുല എന്താണ്? MGH. സോ അതാണ് ഫോർമുല. അതിൽ M എന്ന് പറഞ്ഞാൽ മാസ്സാണ്, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അത് എപ്പോഴും 9.81 ആയിരിക്കും. അതുപോലെ തന്നെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈറ്റ്. സോ ഓരോന്നും വില കൊടുക്കുക. സോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി ഓഫ് മാസ് വന്നിട്ടുണ്ട് 10 ആണ്, ഇൻറ്റു 9.81 എന്ന് കൊടുക്കുക, ഇൻറ്റു 20 മീറ്റർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ബി എന്ന് കിട്ടും കറക്റ്റായിട്ട്. ബി അല്ല, സോറി, 1962 ആയിരുന്നു. സോറി, ഓപ്ഷൻ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1962 എന്ന് കിട്ടും. ഞാൻ ആ ഓപ്ഷൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അത് 1962 എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് 1962. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക, കിട്ടും കറക്റ്റായിട്ട്. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇതിനെ പിന്നെയും കൺവേർട്ട് 0.456 ഡെസിമൽ ഫ്രാക്ഷൻ ഇൻറ്റു പെർസെൻറ്റേജ്. 0.456 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇത് പെർസെൻറ്റേജിലോട്ട് മാറ്റാനാണ് പറഞ്ഞേക്കുന്നത്. വളരെ സിമ്പിളാണ്, 100 കൊണ്ട് ഗുണിച്ചാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉത്തരം 45.6 കിട്ടും, ഓപ്ഷൻ എ. അടുത്ത്, what is the side of a square whose area is 625 mm²? ഒരു സ്ക്വയർ ഉണ്ട്, അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ് കിടക്കുന്നത്? 625 mm² ആണ്. നമുക്കറിയാം ഒരു സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡിൻ്റെ സ്ക്വയർ ആണ്. ഈ വിലയാണ് ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡിൻ്റെ സ്ക്വയർ ആണ്. സോ ആ സൈഡിൻ്റെ സ്ക്വയറിൻ്റെ വിലയാണ് എത്രയെന്ന് തന്നിട്ടുള്ളത്? എ സ്ക്വയർ ആണ് എത്രയെന്ന് തന്നിട്ടുള്ളത്? 625 എന്ന് തന്നിട്ടുള്ളത്. ഒരു സാധനത്തിൻ്റെ സ്ക്വയർ അറിയാമെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെ വില കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട, റൂട്ട് എടുത്താൽ മതിയാവും. എ കണ്ടുപിടിക്കാൻ വേണ്ടി, സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. 625 നിങ്ങൾ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് റൂട്ടിൻ്റെ ചിഹ്നത്തിൽ അമർത്തുക. നിങ്ങളുടെ ആൻസർ 25 എന്ന് വരും. അതുണ്ടാവും ഓപ്ഷനിൽ. ഓപ്ഷൻ സി തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ സ്പിയർ ഓഫ് റേഡിയസ് 7 cm? ഇത് നമുക്കിനി പഠിക്കാനുള്ളതാണ്. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല, 4/3 πr³. ഇതാണ് ഫോർമുല. സോ ഇതാണ് ഫോർമുല. ഇതിൽ റേഡിയസിൻ്റെ സ്ഥാനത്ത് 7 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ എന്ത് ചെയ്യും? കിട്ടും. വേറെ ബുദ്ധിമുട്ടില്ല, ഡയറക്റ്റ് ഫോർമുലയാണ്. നിങ്ങൾക്ക് ആൻസർ കിട്ടും. ചെയ്ത് നോക്കുക, കറക്റ്റ് ആൻസർ കിട്ടും. ഇതിൻ്റെ ഓപ്ഷൻ ആൻസർ എന്ന് പറഞ്ഞാൽ 1436 cm³ വരുന്നത്. സോ അതൊന്ന് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ആർ ദ ബേസിക് 2 ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ്? സോ ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോളാം. ഇവിടെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 2 കുഴപ്പം വരും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും ഇതിൻ്റെ അകത്ത് ചിലവും വേറെ ആൻസറൊക്കെ എഴുതാൻ സാധ്യതയുണ്ട്. സോ 2 യൂണിറ്റുകളാണുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതിൽ കൊടുത്തേക്കുന്നത് തെറ്റാണ് കേട്ടോ. ഇത് കറക്റ്റ് ആൻസർ സി ഒന്നുമല്ല, കറക്റ്റ് ആൻസർ ഡി ആണ്. ഡി അല്ല, ബ്രിട്ടീഷ് ആൻഡ് മെട്രിക്. കറക്റ്റ് ആൻസർ എ ആണ് കേട്ടോ. സോ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യനിലുള്ള ഓപ്ഷൻ തെറ്റാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ആൻസർ കീ തെറ്റാണ് ഈ നമ്മുടെ നിമിയുടെ ആപ്പിലുള്ള. സോ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, വാട്ട് ആർ ദ 2 ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്? ഓക്കെ, ഇല്ല, കറക്റ്റ് തന്നെ. ക്ലാസിഫിക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ 2 പഠിച്ചിട്ടുള്ളൂ, ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ്. ഓക്കെ, ഞാൻ അവരെ തെറ്റിദ്ധരിച്ചു.
ഓക്കെ, വാട്ട് ആർ ദ 2 ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ്? ഈ യൂണിറ്റ്സിന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ് ലെങ്ത്, മാസ്, ടൈം. ഇതിൻ്റെ യൂണിറ്റ് കൊണ്ട് ഇതിൻ്റെ യൂണിറ്റിനെ വിവിധ രീതിയിൽ ചേർത്തുണ്ടാക്കുന്നതാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻസ് കറക്റ്റ് തന്നെയാണ്, ഞാൻ അറിയാതെ തെറ്റിദ്ധരിച്ചു. ഓക്കെ, ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് രണ്ടെണ്ണമാണുള്ളത്. ഇത് നമ്മൾ യൂണിറ്റ്സ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതാണ് ആൻസർ. അടുത്ത് വരുന്നത് ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രിഗണോമെട്രി എന്നാണ്. എന്നാലും ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ആൻസർ നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇത് ചിലപ്പോൾ ഫൈനൽ എക്സാമിന് ചോദിക്കാം. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. എന്നിരുന്നാൽ പോലും ഞാൻ ട്രിഗണോമെട്രി എടുക്കും, പേടിക്കണ്ട, ക്ലാസ് എടുക്കും. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട. ഇവിടെ നിങ്ങൾ അറിയേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സൈൻ തീറ്റ എന്താണെന്ന് അറിയണം. അടുത്ത് കോസ് തീറ്റ എന്താണെന്ന് അറിയണം. തീറ്റ. ടാൻ തീറ്റ എന്താണെന്ന് അറിയണം. ഇതിൽ തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിളാണ്. ആ ആംഗിൾ ഇതാണ് തീറ്റ എന്ന് പറഞ്ഞ ആംഗിളെന്ന് വിചാരിക്കുക. ഈ ആംഗിളിൻ്റെ അടുത്ത് കിടക്കുന്ന സൈഡാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ 90 ഡിഗ്രി ഉണ്ടോ? ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന സൈഡ് എപ്പോഴും ഹൈപ്പോട്ടിനസ് അല്ലെങ്കിൽ കർണമായിരിക്കും. ഹൈപ്പോട്ടിനസ് അല്ലെങ്കിൽ എന്തായിരിക്കും? കർണം ആയിരിക്കും. ഹൈപ്പോട്ടിനസ് അല്ലെങ്കിൽ എന്തായിരിക്കും? കർണമായിരിക്കും. ഈ തീറ്റയായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലത്തിനെയാണ് അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത്. തീറ്റയ്ക്ക് ഓപ്പോസിറ്റായിട്ട് കിടക്കുന്നത് ഈ സൈഡിനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. തീറ്റയുടെ അടുത്ത് കിടക്കുന്നത് അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയും. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ നമ്മൾ സെലക്ട് ചെയ്തേക്കാണ്. ആംഗിളിൻ്റെ അടുത്ത് കിടക്കുന്ന സൈഡിന് അഡ്ജസൻറ്റ് സൈഡ്, അടുത്ത് കിടക്കുന്ന സൈഡ് എന്ന് പറയും. അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയും. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഹൈപ്പോട്ടനസ്. ഇതിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഓരോന്നിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടനസ്. അതുപോലെ തന്നെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നേരത്തെ അവിടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണെങ്കിൽ ഇത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ടാൻ തീറ്റയാണ്. ഈ ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സോ ഇത്രയും കാര്യങ്ങളൊന്നും ആദ്യം മനസ്സിലാക്കിക്കൊള്ളുക. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിളിൻ്റെ എതിർവശം ഡിവൈഡഡ് ബൈ ആംഗിളിൻ്റെ അടുത്ത് കിടക്കുന്ന വശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. അതുപോലെ തന്നെ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിളിൻ്റെ അടുത്ത് കിടക്കുന്ന സൈഡ്, അഡ്ജസൻറ്റ് സൈഡ്, ഞാനതൊക്കെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, അത് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. ഇനി ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിനെ അഡ്ജസൻറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെ സൈൻ തീറ്റയാണ് വന്നിട്ടുള്ളത് എന്താണ്? 4/5. സോ സൈൻ തീറ്റയുടെ ഡെഫിനിഷൻ നമ്മൾ കുറച്ച് നേരത്തെ നോക്കിയപ്പം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. സോ ഓപ്പോസിറ്റ് സൈഡാണ് ഇവിടെ 4 എന്ന് തന്നിട്ടുള്ളത്, 4. ഹൈപ്പോട്ടനസ് ആണ് എത്രയെന്ന് തന്നിട്ടുള്ളത്? 5 എന്ന് തന്നിട്ടുള്ളത്. കാരണം സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. സോ ഓപ്പോസിറ്റ് സൈഡ് സൈൻ തീറ്റ 4/5 എന്നാണ് തന്നിട്ടുള്ളത്. സോ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും, ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആയിരിക്കും. സോ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ അകത്ത് നമ്മൾ പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ട്, കുഞ്ഞുനാളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. പാദ സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം എന്താണ്? കർണം സ്ക്വയർ. ഇവിടെ കർണം 5 എന്നറിയാം. അതുപോലെ തന്നെ ലംബം അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എത്രയാണ്? 4 ആണ്. സോ അതിൽ നിന്ന് ഈ പൈതഗോറസ് തിയറം വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ, അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് കിട്ടും. 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25. 25 മൈനസ് 16, അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ട് 9, ആൻസർ 3 എന്ന് കിട്ടും. അഡ്ജസൻറ്റ് സൈഡ് എത്രയെന്ന് കിട്ടും? 3 എന്ന് കിട്ടും. അഡ്ജസൻറ്റ് സൈഡ് എത്രയെന്ന് കിട്ടും? 3 എന്ന് കിട്ടും. ഇത് പൈതഗോറസ് തിയറമാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. പൈതഗോറസ് തിയറം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദം സ്ക്വയറിനെയും ലംബ സ്ക്വയറിനെയും കൂട്ടിക്കഴിഞ്ഞാൽ കർണത്തിൻ്റെ സ്ക്വയർ കിട്ടും. അതിൽ നിന്നാണ് നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റുന്നത്? സോ പാദ സ്ക്വയറും ലംബ സ്ക്വയറും കൂട്ടിക്കഴിഞ്ഞാൽ കർണ സ്ക്വയർ കിട്ടുമെങ്കിൽ കർണ സ്ക്വയറിൽ നിന്ന് ലംബ സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ പാദ സ്ക്വയറും കിട്ടണം.
അതിൽ നിന്നാണ് നമ്മൾ ഇത് √5² - 4² എന്ന് പറയുന്ന റിലേഷൻ എന്ത് ചെയ്തത് എടുത്തത്. 25 - 16 എന്ന് കിട്ടും, 9 3 എന്ന് കിട്ടും. സോ അഡ്ജസൻറ്റ് സൈഡ് നമുക്കിപ്പോൾ കിട്ടി, 3 എന്ന് കിട്ടി. നമുക്ക് ടാൻ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടത്, ടാൻ തീറ്റയുടെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 4/3 എന്ന് കിട്ടും ആൻസർ. ഓപ്പോസിറ്റ് സൈഡ് 4 ആണ്, നേരത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അഡ്ജസൻറ്റ് സൈഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു പൈതഗോറസ് തിയറം വെച്ചിട്ട്. സോ 4/3 എന്ത് എന്ന് കിട്ടും, 4/3 എന്ന് കിട്ടും. അതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. ഇതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട, ഇത് ഞാൻ ഒന്നിൽ നിന്ന് പഠിപ്പിക്കും കേട്ടോ, നിങ്ങളെ പേടിക്കണ്ട, നിങ്ങൾ എൻ്റെ ക്ലാസ് ഫോളോ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ എലിപ്സ് ഇഫ് മേജർ ആൻഡ് മൈനർ ആക്സസ് ആർ 5 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് പഠിപ്പിക്കുമ്പോൾ ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ, ഇതിപ്പോഴും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ഇൻഡ്യൂസ്ഡ് EMF. ഈ ഒരു ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു സാധ്യതയില്ല. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു സാധ്യതയില്ല. ഇത് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഫൈനൽ എക്സാമിന് വരില്ല. എന്നാൽ ഇവിടെ വന്നതുകൊണ്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, BLV sin θ വാട്ട്സ്. ഇത് നമ്മൾ +2 പഠിക്കുന്ന ഒരു സാധനമാണ്. ഇതൊന്നും നമുക്ക് പഠിക്കാനില്ല. ബേസിക് ഇലക്ട്രിസിറ്റിക്കകത്ത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. ഇത് വലിയ കാര്യമാണ്. സോ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, BLV sin θ ആണ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ്. വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ്. M = 120 ലിറ്റർ, T1 120 M മാസ് 120 ലിറ്റർ ആണ്, അതായത് 120 കിലോഗ്രാം. അതുപോലെ തന്നെ T1 20 ഡിഗ്രി സെൽഷ്യസ് ആണ്, T2 85 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എത്രയാണ്, 4.2 ആണ് വരുന്നത്. സോ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല, ഒരു ഫോർമുലയുണ്ട്. Q = ഹീറ്റിൻ്റെ ഫോർമുല നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഞാൻ പഠിപ്പിച്ചു M × S × T2 - T1, അവസാനത്തെ ടെമ്പറേച്ചർ മൈനസ് ആദ്യത്തെ ടെമ്പറേച്ചർ. സോ ഇതാണ് ആൻസർ. ഇതാണ് ഫോർമുല. ഇതിലങ്ങ് ആൻസറുകൾ കൊടുത്താൽ മതി. എമ്മിൻ്റെ സ്ഥാനത്ത് 120 എന്ന് എടുക്കുക, 1 ലിറ്റർ 1 കിലോഗ്രാം ആട്ടങ്ങ് കണക്കാക്കുക, വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. 120 ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് 4.2 ഇൻറ്റു അവസാനത്തെ ടെമ്പറേച്ചർ. ആദ്യത്തെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്, അവസാനത്തേത് 85 ആണ്. സോ 85 - 20. സോ ഇതിൻ്റെ ആൻസർ നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ 32,760 കിട്ടും. അത് ഓപ്ഷനിലുണ്ടോ? 32,760, ഓപ്ഷൻ ബി, ഇതാണ് ആൻസർ കിട്ടും. സോ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം, പെട്ടെന്ന് സമയമില്ല, നമ്മൾ ഒരുപാട് ഇതായി. ഇത് എഗെയിൻ പൈതഗോറസ് തിയറമാണ്. വാട്ട് ഈസ് ദ സൈഡ് AB ഇഫ് AC = 10 സെൻറ്റിമീറ്റർ ആൻഡ് BC = 6 സെൻറ്റിമീറ്റർ. സോ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് 90 ഡിഗ്രി. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. ഓക്കെ, ഞാൻ നമ്മൾ വരച്ച് കാണിച്ചു തരാം. ഇത് ഈ പോയിൻ്റാണ്, ഈ B ഇല്ലേ, ഇതാണ് 90 ഡിഗ്രി. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന സൈഡെന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്. ഇതാണ് ഹൈപ്പോട്ടനസ്, അതാണ് ഹൈപ്പോട്ടനസ്. അതങ്ങനെയാണ് നമ്മൾ ഹൈപ്പോട്ടനസ് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. സോ ഹൈപ്പോട്ടനസ് ആണ് AC. സോ AB ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം പാദം സ്ക്വയർ AB² + BC² സമം പാദം സ്ക്വയർ + ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ AC². ഇതാണ് പൈതഗോറസ് തിയറം പറയുന്നത്. ഇതാണ് പൈതഗോറസ് തിയറം എന്ത് ചെയ്യുന്നത് പറയുന്നത്. സോ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, AB ആണ് കണ്ടുപിടിക്കേണ്ടത്. AB² + BC² സമം AC² ആണ്. സോ ഇവിടെ നിന്ന് AB² സമം എന്തെന്ന് കിട്ടും, പ്ലസ് ചെയ്തേക്കുന്ന BC² അപ്പുറത്ത് പോകുമ്പം മൈനസ് ആവും, BC² ആവും. ഒരു സാധനത്തിൻ്റെ സ്ക്വയറിൽ നിന്ന് വാല്യൂ നിന്ന് ആ സാധനം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റൂട്ട് എടുക്കും. അതിൻ്റെ എന്തെടുക്കും, റൂട്ട് എടുക്കും, സ്ക്വയർ റൂട്ട് എടുക്കും. AC² - BC² എന്നെടുക്കും.
സോ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ൻ്റെ സ്ക്വയർ എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ക്വയർ എത്ര കിട്ടും? 100 എന്ന് കിട്ടും. മൈനസ് ബി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6ൻ്റെ സ്ക്വയർ 36. സോ ഇതെന്ത് കിട്ടും? 64 എന്ന് കിട്ടും. റൂട്ട് ഓഫ് 64 എന്ന് കിട്ടും സമം 8 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആൻസർ 8. ഓപ്ഷൻ എ ഉണ്ട് ഇവിടെ. സോ ഇതാണ്, ഇതേ കോൺസെപ്റ്റാണ് ഞാൻ എവിടെ ഉപയോഗിച്ചതെന്നറിയോ? സൈൻ തീറ്റയുടെ അവിടെ ഉപയോഗിച്ചത്. അവിടെ ഈ റൂട്ട് ഓഫ് മറ്റേത് സ്ക്വയർ മൈനസ് മറ്റേത് സ്ക്വയർ വന്നപ്പോൾ സംശയം ഉണ്ടായിട്ടുള്ളവർ അത് ഇവിടെ നിന്നാണ് വരുന്നത് കേട്ടോ. പൈതഗോറസ് തിയറമാണ്. പൈതഗോറസ് തിയറം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമ്മൾ കുഞ്ഞിനാളെ പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ്. അതിൽ നിന്നാണ് അവിടെയും നമ്മളത് കണ്ടുപിടിച്ചത് കേട്ടോ. അതേ സെയിം ക്വസ്റ്റ്യനാണ് ഇത്, അതേ സെയിം ക്വസ്റ്റ്യനാണ്. അവിടെ ഇത് കണ്ടുപിടിച്ചിട്ട് ഒരു അഡീഷണൽ സ്റ്റെപ്പും കൂടെ ചെയ്ത് ആൻസർ കിട്ടുമായിരുന്നു. ഇവിടെ ഇത് ഫുള്ളായിട്ട് കണ്ടുപിടിക്കേണ്ടിയിരുന്നു. സോ രണ്ടും ഒരേ ക്വസ്റ്റ്യനാണ്. അടുത്ത ചോദ്യം, ഹൗ മച്ച് വർക്ക് ഇൻ 1 hour ഇഫ് പമ്പ് ക്യാൻ റൈസ് 100 liters ഓഫ് വാട്ടർ ത്രൂ 200 meter ഇൻ 1 minute? സോ ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ യൂണിറ്റ് ശ്രദ്ധിച്ചോളാം. ഓപ്ഷൻസ് എല്ലാം കിടക്കുന്നത് കിലോഗ്രാം മീറ്ററിലാണ്. സോ അതുകൊണ്ട് ഇവിടെ നമ്മൾ 9.8 കൊണ്ടുണ്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. കാരണം 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂട്ടണിലോട്ട് ആൻസർ പോകും. സോ ഹൗ മച്ച് വർക്ക് ഇൻ 1 hour അതാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം വർക്ക് കണ്ടുപിടിക്കണം. വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ വാട്ടർ അറിയാമല്ലോ, 1 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാമാണ്. സോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സോ ഇവിടെ ആദ്യം വർക്ക് ടൺ കണ്ടുപിടിക്കാം. വർക്ക് ടൺ ഇവർ പറയുന്നത് 1 മിനിറ്റിൽ ഈ പമ്പ് എന്ത് ചെയ്യാണ്? 100 ലിറ്റർ വെള്ളം എത്ര ഉയരത്തിലോട്ട്? 200 മീറ്റർ ഉയരത്തിലോട്ട് എത്തിക്കും 1 മിനിറ്റിൽ. സോ ആ 1 മിനിറ്റിൽ അത് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 × 200 എത്ര വരും? 20,000 എന്ന് വരും. 20,000 കിലോഗ്രാം മീറ്റർ എന്ന് വരും. ഇത് 1 മിനിറ്റിലാണ്. സോ ഇതിനെ ഇപ്പം ന്യൂട്ടണിലോട്ടൊക്കെ മാറ്റണമെങ്കിൽ, അതായത് ജൂളിൽ ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾ 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിപ്പം ഈ 20,000 കിലോഗ്രാം മീറ്ററിനെ നമ്മൾ ജൂളിലാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഒരു 9.8 കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 100 × 200. സോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കിലോ വെള്ളത്തിനാണ് എത്ര ഉയരത്തിലോട്ടാണ് മാറ്റുന്നത്? 200 മീറ്റർ ഉയരത്തിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? മാറ്റുന്നത്. സോ 100 × 200 വർക്ക് ചെയ്യണമെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ 100 × 200 ചെയ്ത് കഴിഞ്ഞാൽ കിലോഗ്രാം മീറ്ററിൽ യൂണിറ്റ് ഞാൻ അതുപോലെ ഇവിടെ ഇട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചോണം. വർക്കിൻ്റെ എസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂളാണ്. ആ ജൂളിലാണ് നിങ്ങൾക്ക് ഇവിടെ വർക്ക് കിട്ടേണ്ടതെങ്കിൽ 9.8 കൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഓർത്തോളുക. സോ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, യൂണിറ്റ് കിലോഗ്രാം മീറ്ററിൽ തന്നെയാണ് വേണ്ടത്. ഇത് 1 മിനിറ്റിലാണ്. ഇനി 1 മണിക്കൂറിൽ കണ്ടുപിടിക്കണമെങ്കിൽ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? 60 മിനിറ്റാണ്. സോ ഇതിൻ്റെ 60 ഇരട്ടി എടുക്കണം. വർക്ക് ഇൻ 1 hour കണ്ടുപിടിക്കണമെങ്കിൽ ഈ 1 മിനിറ്റിൽ കിട്ടിയ ആൻസറിനെ 60 കൊണ്ട് ഗുണിക്കണം. 1 മിനിറ്റിൽ കിട്ടിയ ആൻസറിന് എന്തുകൊണ്ട് ഗുണിക്കണം? 60 കൊണ്ട് ഗുണിക്കണം. അത് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും ആൻസർ. 12 പിന്നെ ഒരു 5 0 കിട്ടും. കിലോഗ്രാം മീറ്റർ എന്ന ആൻസർ കിട്ടും. ഇത് 1 മണിക്കൂറിലാണ്. നേരത്തെ കണ്ടുപിടിച്ചത് 1 മിനിറ്റിലാണ് ക്വസ്റ്റ്യനിൽ. കാരണം 1 മിനിറ്റുള്ള വാല്യൂസാണ് വന്നിരുന്നത്. ആ 1 മിനിറ്റുള്ള വാല്യൂസ് കൊണ്ട് ഗുണിക്കുമ്പോൾ 1 മിനിറ്റിലെ വർക്ക് കിട്ടുള്ളൂ. അതിനെ 60 മണിക്കൂറിലാക്കണമെങ്കിൽ 60 കൊണ്ട് ഗുണിക്കണം. കാരണം 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. സോ 60 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 12 5 0 കിട്ടും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 × 10⁵5 എന്ന് എഴുതാം. 5 0-ന് 10⁵5 എന്ന് എഴുതാം. കിലോഗ്രാം മീറ്റർ എന്ന് എഴുതാം. ഇതാണ് ഓപ്ഷൻ ബി കിടക്കുന്നത്. ഇതാണ് ഓപ്ഷൻ ബിയിൽ കിടക്കുന്നത്. ഓപ്ഷൻ ബി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് കിടക്കുന്നത്. സോ കഴിഞ്ഞ കണക്ക് സംശയമുള്ളവർ ഒന്ന് നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. അതിൻ്റെ അത് യൂണിറ്റിൻ്റെ കളി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വാട്ട് ഈസ് ദ എസ് യൂണിറ്റ് ഓഫ് പ്രഷർ? പ്രഷറിൻ്റെ എസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പാസ്കലാണ്. ഓക്കെ, പ്രഷറിൻ്റെ എസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്കലാണ്. ജൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് അല്ലെങ്കിൽ എനർജിയുടെ എസ് യൂണിറ്റാണ്. ബാറും പ്രഷറിൻ്റെ യൂണിറ്റ് തന്നെയാണ്, പക്ഷേ അത് എസ് യൂണിറ്റ് അല്ല. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ യൂണിറ്റാണ്. ഓക്കെ, സോ
സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് കോൾഡ് ഇഫ് എ ഫോഴ്സ് ഓഫ് 1 Newton ആക്ട്സ് ഓൺ എ ബോഡി ആൻഡ് വിച്ച് മൂവ്സ് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ. എല്ലാം യൂണിറ്റ് ആണ്. സോ 1 ന്യൂട്ടൺ ഫോഴ്സ് കൊണ്ട് 1 മീറ്റർ ദൂരത്തിലോട്ട്, അതായത് യൂണിറ്റ് ഡിസ്റ്റൻസിൽ ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ ആ സമയത്ത് നിങ്ങൾ വർക്ക് ഡൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 ജൂൾ എന്ന ആൻസർ കിട്ടും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ ഫോഴ്സ് ഒന്നാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് 1 മീറ്ററാണ്. സോ കിട്ടുന്ന ആൻസർ 1 ജൂൾ എന്നായിരിക്കും കിട്ടുന്നത്. ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ അതാണ് ആൻസർ വരുന്നത്. അവസാനത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ട്രെയിൻ 80 മീറ്റർ ലോങ് പാസസ് എ റെയിൽവേ സ്റ്റേഷൻ ഓഫ് പ്ലാറ്റ്ഫോം ഓഫ് 120 മീറ്റർ ലെങ്ത്ത് 20 സെക്കൻഡ്. സോ ഇതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് ഈ പ്ലാറ്റ്ഫോമിൻ്റെ നീളം വരുവാണെങ്കിൽ നമ്മൾ സ്പീഡ് സമയം നമുക്ക് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതിൽ ഈ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്ത് വരികയാണെങ്കിൽ 120 പ്ലസ് 80 പ്ലാറ്റ്ഫോമിൻ്റെ നീളം കൂടെ ഡിസ്റ്റൻസിൽ ആഡ് ചെയ്തോളൂ. എന്നിട്ട് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 200/20 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇപ്പം നിങ്ങൾ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആൻസർ ഉണ്ടാവില്ല. ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ 10 മീറ്റർ പെർ സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഓപ്ഷനിൽ ആൻസർ ഉണ്ടാവില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എടുക്കണം മറന്നു വരുതേ. ഈ പ്ലാറ്റ്ഫോമിൻ്റെ നീളമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ട്രെയിനിൻ്റെ നീളത്തിൻ്റെ കൂടെ പ്ലാറ്റ്ഫോമിൻ്റെ നീളം കൂടെ കൂട്ടണം. ഇത് 10 മീറ്റർ പെർ സെക്കൻഡ്. കാരണം ഓപ്ഷൻസിലെല്ലാം കിലോമീറ്റർ പെർ അവറിലാണ് കിടക്കുന്നത്. സോ മീറ്റർ പെർ സെക്കൻഡ് കിടക്കുന്നതിന് കിലോമീറ്റർ പെർ അവറിൽ കിടക്കുന്നതിന് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനാണ് 5/18 കൊണ്ട് ഗുണിക്കുന്നത്. മറ്റൊന്നാണെങ്കിൽ നേരെ തിരിച്ച് 18/5 കൊണ്ട് നമ്മളവിടെ ഗുണിക്കും. ഒരു 5 5 2 5 10 2/18 എത്ര കിട്ടും? 36 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതിലൊരു ക്വസ്റ്റ്യൻ പെൻഡിങ് ഉണ്ട് എനിക്കറിയാം. അത് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കാണുക. ഓക്കെ, താങ്ക് യു.